യുവാക്കളുടെ സാന്ത്വന പരിചരണം സമാനതകളില്ലാത്തതെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP. ജില്ലയിലെ മികച്ച യൂത്ത് ക്ലബിനുള്ള അവാർഡ് AR നഗർ കൊളപ്പുറം നവകേരള സാംസ്കാരിക വേദിക്ക് സമ്മാനിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലാസിക്കൽ മോഡലാണ് നമ്മുടെ സാന്ത്വന പരിചരണ പ്രസ്ഥാനമെന്നും അതിൽ മലപ്പുറത്തെ യുവാക്കളുടെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് സമ്മേളന ഹാളിൽ നടത്തിയ ദേശീയ യുവജന വാരാഘോഷം ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ യൂത്ത് ക്ലബ് അവാർഡ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ വരദാനമായ ആത്മാവിനെ ആർക്കും വാടക വസ്തുവായി നൽകരുതെന്നും അന്തരാത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം യുവാക്കൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ആത്മാവിനേക്കാൾ വലിയ അധ്യാപകനില്ലെന്നും ആത്മാവിനെ ശുദ്ധീകരിച്ച് അകത്തുനിന്ന് പുറത്തേക്കാണ് നാം വളരേണ്ടതെന്നുമാണ് സ്വാമി വിവേകാനന്ദൻ യുവതലമുറയെ പഠിപ്പിച്ചത്. കഴിയും വിധം പരോപകാരം ചെയ്യാനും പാവപ്പെട്ടവരിലേക്ക് സഹായഹസ്തം നീട്ടാനും യുവജന സംഘടനകൾ മുന്നോട്ടു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ മികച്ച യൂത്ത് ക്ലബിനുള്ള 25,000 രൂപ ക്യാഷ് അവാർഡും ബഹുമതി പത്രവും അടങ്ങുന്ന പുരസ്കാരം കൊളപ്പുറം നവകേരള സാംസ്കാരിക വേദിക്ക് ഇ.ടി. മുഹമ്മദ് ബഷീർ MP സമ്മാനിച്ചു. നവകേരള ഭാരവാഹികളായ പ്രസിഡന്റ് നാസർ മലയിൽ, സെക്രട്ടറി P. രവികുമാർ, ട്രഷറർ P.T. ഷംസീർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. 1,00,000 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവും അടങ്ങുന്ന സംസ്ഥാനതല യൂത്ത് ക്ലബ് അവാർഡും ഇത്തവണ നവകേരളയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. പരിപാടിയിൽ ഉബൈദുള്ള MLA അധ്യക്ഷനായി. യൂത്ത് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ A.P. ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. 50 ക്ലബ്ബുകൾക്ക് 2,000 രൂപ വീതമുള്ള സ്പോർട്സ് ഉപകരണങ്ങളാണ് NYK നൽകുന്നത്. ഡിജിറ്റൽ പണമിടപാടിൽ യൂത്ത് ക്ലബ് നേതാക്കൾക്കുള്ള പരിശീലന പരിപാടി ഡെപ്യൂട്ടി കലക്ടർ V. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലീഡ് ജില്ലാ മാനേജർ K. അബ്ദുൽ ജബ്ബാർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ജില്ലാ യൂത്ത് കോർഡിനേറ്റർ K. കുഞ്ഞഹമ്മദ്, മലപ്പുറം ഗവൺമെന്റ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഉദയകുമാർ, തിരൂർ തുഞ്ചൻ ഗവൺമെന്റ് കോളേജ് NCC ഓഫീസർ ഷുക്കൂർ ഇല്ലത്ത്, നവകേരള സാംസ്കാരിക വേദി പ്രസിഡന്റ് നാസർ മലയിൽ, NYK അസിസ്റ്റന്റ് കോർഡിനേറ്റർ P. അസ്മാബി തുടങ്ങിയവർ സംസാരിച്ചു.